ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുക കേട്ടോ. പക്ഷേ ഉണ്ണീനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ഭയങ്കര പണിയുള്ള കാര്യം. അവൻ ഒരിക്കലും ഇരിക്കുകയില്ല. ഇപ്പോൾ അവൻ മുട്ടിലഴിഞ്ഞ് ഓടി നടക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ അടുത്തുനിന്ന് മാറാനും പറ്റില്ല. കണ്ണ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫയമേയും കസേരമേയും ഒക്കെ പിടിച്ച് കയറലാണ് അവൻ്റെ പണി. അപ്പോൾ ഞാനൊന്ന് മാറി കഴിഞ്ഞാൽ മൂക്കും കുത്തി വീഴും. അപ്പോൾ അത് കുറച്ച് പണിയാണ് അവനെ വെച്ച് ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നാണെങ്കിൽ അച്ഛന് ജോലി ഉണ്ടായിരുന്നില്ല, പിന്നെ അവൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ റേഷൻ കടയിലത്തെ ആട്ടപ്പൊടി ഇരിക്കണമുണ്ടോ, അപ്പോൾ അതുകൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളികേരവും ചിരകിയതിരിക്കുന്നുണ്ട്. അപ്പോൾ നാളികേരത്തിൽ ഞാൻ ഏലക്കയും ജീരകവും ഇട്ട് അത് അരച്ചെടുത്തു. എനിക്ക് ഇതൊന്നും കടിക്കുന്നത് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് അതിലാ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ നാളികേരം അരക്കണേൻ്റെ ഒപ്പം അത് ഇട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡയറക്റ്റായിട്ട് കടിക്കുന്ന പോലെ ചേർക്കാം. അത് കഴിഞ്ഞ് ശർക്കര പാനിയാക്കി, പിന്നെ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് നല്ലോണം അരിച്ചെടുത്തു. 2-3 വട്ടം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കട്ടയില്ലാണ്ട് നല്ല ഇതിൽ കിട്ടും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഏത് പ്ലേറ്റിൽ ഒഴിച്ച് അത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കി ആവി വന്ന് തുടങ്ങുമ്പോൾ അതിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എന്നെ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് അഭിപ്രായം പറയണേ.